ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തേത് നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഇതിനായി ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം സബോളയും തക്കാളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള സബോളയും തക്കാളിയുമാണ്. ചെറുതായിട്ട് കട്ട് ചെയ്ത് തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുക, എങ്കിലാണ് ഈ ഒരു കൂട്ട് നന്നായിരിക്കുള്ളൂ. അടുത്തതായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി ഒന്നിച്ച് ചതച്ചതാണ്. ഇതുപോലൊരു ചെറിയ സ്പൂൺ അളവിൽ നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റ് നേരം മാത്രം വേവിച്ചെടുത്താൽ മതി. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തതായി ഇതിലേക്ക് മുട്ട വേവിച്ചിട്ട് കൊടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ഇഡ്ഡലി ചെമ്പിൽ സ്റ്റീലിൻ്റെ പാത്രം ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് ഇതുപോലെ 4 ബൗൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓരോ കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നത് ഒരു വെറൈറ്റിക്ക് വേണ്ടിയാണ്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ മുട്ട പുഴുങ്ങിയെടുക്കുന്നതിനേക്കാളും കുറച്ചൊന്ന് ഷേപ്പൊക്കെ വ്യത്യാസമായിട്ട് അതിൻ്റെ ആ ഒരു മഞ്ഞക്കരുവൊക്കെ കുറച്ച് മാത്രം വേവിച്ചെടുത്തിട്ട് വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി അടുത്തതായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തതിന് ശേഷം അതിലേക്കൊരു 1/2 കപ്പ് അളവിൽ പൊട്ടുകടലയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ചെറിയൊരു സ്പൂൺ അളവിൽ ചെറിയ ജീരകവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് ആദ്യം 1/2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ഇത് അരച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അറിയാതെ വരുന്ന ബുദ്ധിമുട്ടുള്ള സമയത്ത് ഒരു 1/4 കപ്പ് അളവിൽ കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇത് അരച്ചെടുത്തതിന് ശേഷം ആ ഒരു മിക്സ് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നേരത്തെ വേവിക്കാനായിട്ട് വെച്ചിരുന്ന ആ ഒരു ഉള്ളി വെന്ത് കിട്ടിയെന്ന് നോക്കാം. ഇപ്പോൾ ദാ തുറന്നു നോക്കുമ്പോഴേക്ക് ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഒരു നുള്ള് ഗരം മസാലപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇതുപോലൊരു സ്പൂൺ അളവിൽ 1.5 സ്പൂൺ മുളക് പൊടിയും 2 പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവും അതുപോലെ പച്ചമുളകിൻ്റെ അളവൊക്കെ വ്യത്യാസം വരുത്താം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് അളവിൽ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കുക. നമുക്ക് കുറച്ചുകൂടി വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക. ഓരോരുത്തരുടെ പരുവം ഏതാണോ അതിനനുസരിച്ച് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറിക്കിട്ടുന്നവരേക്കും ഒന്ന് വേവിച്ചെടുക്കണം. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ വേവിക്കാനായിട്ട് വെച്ചിരുന്ന ആ ഒരു മുട്ട വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ദാ ഇതുപോലെ പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും. ഇങ്ങനെ ആകുമ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി കാണാനൊരു പ്രത്യേക ഭംഗിയും അതുപോലെ തന്നെ കഴിക്കാനാണെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ ആയിരിക്കും. ഇതുപോലെ തന്നെ സ്പൂൺ കൊണ്ട് എല്ലാം കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇതിൻ്റെ പൊടികളുടെ ഒക്കെ മണം മാറി കിട്ടിയിട്ട് കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന ആ ഒരു പൊട്ടുകടലയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ ഒരു ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതുകൂടി ഇളക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് എത്രയാണോ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഏത് പരുവത്തിലാണോ ഓരോരുത്തർക്കും വേണ്ടത് ആ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ 1/2 കപ്പ് അളവിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മൾ അപ്പത്തിനും അതുപോലെ ദോശ, ഇഡ്ഡലി, പത്തിരി, ചപ്പാത്തി അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് ചേരുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ആ ഒരു മുട്ട ഇതിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. മുട്ട മുഴുവനായിട്ടും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിലേക്കായിട്ട് ഈ ഗ്രേവി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മളിത് 1 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ. ഞാനിപ്പോൾ ഇതൊരു സ്റ്റൂ പരുവത്തിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. 1 മിനിറ്റ് നേരം കഴിയുമ്പോഴേക്ക് ഇത് നല്ല പരുവത്തിന് റെഡിയായി കിട്ടും. ഇപ്പോൾ ഇതാ നല്ല കറക്റ്റ് പരുവത്തിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി മുട്ട സ്റ്റൂ റെഡിയായി കിട്ടി. ഇനി ലാസ്റ്റായിട്ട് ഇതിന് മുകളിലേക്കായിട്ട് കുറച്ച് ഉണക്കമുളക് പൊടിച്ചതും അതുപോലെ മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.